എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 67, 68, 69 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഭഗവാന്റെയും സത്യയുടെയും വിവാഹമംഗള കർമ്മങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പല തമാശകളും നടക്കുന്നുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസത്തെ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു. ഇനി പുരോഹിതനൊക്കെ വന്നിട്ടുള്ള ചടങ്ങുകളെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 67ാമത്തെ ശ്ലോകം നോക്കാം. സത്യാമർഹതി ഗോവിന്ദ സത്യാ ഗോവിന്ദമർഹതി ഇത്യാലപൻ ജനശീർഷ്യമൈക്ഷി വക്ഷസ്ഥയാശ്രിയ. ആദ്യം പദച്ഛേദം പറയാം. സത്യാം അർഹതി ഗോവിന്ദ സത്യാ ഗോവിന്ദം അർഹതി ഇതി ആലപൻ ജന ശീർഷ്യം ഐക്ഷി വക്ഷസ്ഥയാ ശ്രിയ. ഈ ശ്ലോകത്തിൽ വധൂവരന്മാരുടെ ചേർച്ചയെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. ഗോവിന്ദ സത്യാം അർഹതി. രണ്ടുപേരും വിവാഹത്തിനായിട്ട് അടുത്തിരുന്നപ്പോഴാണ് ദൂരെ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പൊരുത്തം, വധൂവരന്മാരുടെ ഒരു ഇണക്കം മനസ്സിലാവണത്. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് പറയാണ്, ഗോവിന്ദ സത്യാം അർഹതി. ഗോവിന്ദന് സത്യയെ കല്യാണം കഴിക്കാൻ നല്ല അർഹതയുണ്ട്. ഗോവിന്ദൻ സത്യയെ വിവാഹം കഴിക്കാൻ അർഹിക്കുന്നവനാണ്. അതുപോലെ തന്നെ ഗോവിന്ദം അർഹതി സത്യ. സത്യ ഗോവിന്ദം അർഹതി. സത്യയ്ക്കും ഗോവിന്ദനെ വിവാഹം കഴിക്കാനുള്ള അർഹതയുണ്ട്. തുല്യ ഗുണങ്ങളും തുല്യ രൂപങ്ങളും ഒക്കെ ഉള്ളവരാണ്. നല്ല ഭംഗിയുള്ള ദമ്പതിമാരാവും ഇവർ. മാത്രമല്ല, കാണാനുള്ള സൗന്ദര്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല കവി ഇത് എഴുതിയിരിക്കുന്നത്. അവരുടെ ഗുണഗണങ്ങൾ, അവരുടെ മുഖത്തെ ഭാവങ്ങൾ, ഇതൊക്കെ വളരെ ചേർച്ചയുള്ളതാണ്. ശരീരഭാഷ, ഇതൊക്കെ ചേർച്ചയുള്ളതാണ് എന്ന് കണ്ടുകൊണ്ടാണ് കവി ജനങ്ങളെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത്. ഇതി ആലപൻ ജന. ഇപ്രകാരം പറയുന്ന ജനങ്ങൾ, അവിടെ കർമ്മമാണ് ജനം. ആ ജനങ്ങളെ ആരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ ജനങ്ങളെ നോക്കുന്നു. വക്ഷസ്ഥയാ ശ്രിയ ശീർഷ്യം ഐക്ഷി. ആ ജനങ്ങളെ നോക്കുന്നവളായിട്ടുള്ള ശ്രീഭഗവതി ലക്ഷ്മീദേവി. ലക്ഷ്മീദേവി എവിടെ തന്നെ ഇരിക്കുന്നുണ്ട്? ഭഗവാന്റെ തിരുമാറിടത്തിൽ വസിക്കുന്നവളാണ്. വിവാഹത്തിന് ഭഗവാനും സത്യയും കൂടി ഇരിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് നോക്കിയിട്ട്, വേദിയുടെ മറുപുറത്ത് നിന്ന് സദസ്സിലിരുന്നു കൊണ്ട് നോക്കിയിട്ട് ജനങ്ങൾ പറയാണ്, നല്ല ചർച്ചയുള്ള ദമ്പതിമാരാണ്. സത്യയ്ക്ക് ശ്രീകൃഷ്ണനും ചേരും, ശ്രീകൃഷ്ണന് സത്യയും ചേരും എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന ജനങ്ങളെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട്, ഈർഷ്യയോട് കൂടിയിട്ട് ഒരാൾ നോക്കുന്നുണ്ടായിരുന്നു. അതാരാണ്? ഭഗവാന്റെ തിരുമാറിടത്തിൽ ഇങ്ങനെ വിലസി നടക്കുന്നവളായിട്ടുള്ള ലക്ഷ്മീദേവി. അതാണ് വക്ഷസ്ഥയാ ശ്രിയ. വക്ഷസ്ഥലത്തിൽ വസിക്കുന്നവളായിട്ടുള്ള ശ്രിയ, ശ്രീ ഭഗവതിയാൽ ശീർഷ്യം ഈർഷ്യയോട് കൂടിയിട്ട് ഐക്ഷി നോക്കപ്പെട്ടു. ജനങ്ങൾ ലക്ഷ്മീദേവിയാൽ നോക്കപ്പെട്ടു. ഈ വധൂവരന്മാരുടെ ചേർച്ചയെപ്പറ്റി വർണ്ണിക്കുന്നവരായ, പ്രശംസിക്കുന്നവരായ ജനങ്ങളെ വളരെ ഉത്കണ്ഠയോട് കൂടിയിട്ട്, അസൂയയോട് കൂടിയിട്ട്, ഈർഷ്യയോട് കൂടിയിട്ട്, ഇതൊന്നും എനിക്കിഷ്ടമല്ല എന്നുള്ള ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് ശ്രീഭഗവതി നോക്കി. അതിൻ്റെ അർത്ഥം എന്താ? ഞാനിവിടെ ഉള്ളപ്പോൾ ഇനി ഇതിനേക്കാൾ ചേർച്ചയുള്ള ഭാര്യമാരാരും വരാനില്ല എന്ന് സൂചിപ്പിക്കുന്നത് പോലെ ഇത്രയും ഭംഗിയുള്ളവളും കഴിവുള്ളവളും ചേർച്ചയുള്ളവളുമായിട്ടുള്ള ഭാര്യയാണ് ഞാൻ. ശ്രീകൃഷ്ണൻ്റെ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ് ഞാൻ ലക്ഷ്മീദേവി. ഇനി എന്നേക്കാൾ ചേർച്ചയുള്ള ഒരാളും വരാനില്ല എന്ന് ഭഗവതി പറയുന്നത് പോലെ തോന്നി എന്നാണ് ഇവിടെ ഉത്പ്രേക്ഷാലങ്കാരത്തിൻ്റെ ഒരു അകമ്പടിയോട് കൂടിയിട്ട് കവി വർണ്ണിക്കുന്നത്. നമുക്ക് 68ാമത്തെ ശ്ലോകം നോക്കാം. പിന്നെന്താണ് ഉണ്ടായത്? പുരോഹിതൻ്റെ വരവാണ് പറയണത്. ആസീനയോസ്തയോരഗ്രേ സുഖാസീനഃ പുരോഹിത ജാതവേദസമാനീയ കർമ്മകർത്തും പ്രചക്രമേ. വേളി ചടങ്ങുകൾ മുഴുവൻ ഇവിടെ പറയാൻ തുടങ്ങുകയാണ്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ആസീനയോഹോ തയോഹോ അഗ്രേ സുഖാസീന പുരോഹിത ജാതവേദസം ആനീയ കർമ്മ കർത്തും പ്രചക്രമേ. ആസീനയോഹോ തയോഹോ അഗ്രേ. വേദിയിൽ വിവാഹത്തിനൊരുങ്ങി രണ്ടുപേരും ഇരിക്കുകയാണല്ലോ. ശ്രീകൃഷ്ണനും സത്യയും ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നവരായിട്ടുള്ള അവരുടെ രണ്ടുപേരുടെയും, ശ്രീകൃഷ്ണൻ്റെയും സത്യയുടെയും അഗ്രേ മുൻഭാഗത്തായിട്ട് സുഖാസീന പുരോഹിത,
വളരെ സുഖമായിട്ട് പലകയിട്ടിട്ടൊക്കെ ആവും ഇരിക്കുന്നത്. വധൂവരന്മാരും അങ്ങനെ തന്നെയാണ്, അടുത്തടുത്തിരിക്കുന്നു. അവരെ അഭിമുഖീകരിച്ചുകൊണ്ട്, അവരെ നോക്കിക്കൊണ്ട് തൊട്ടു മുമ്പിൽ സുഖാസീനനായിട്ട് വളരെ സുഖമായിട്ട് ഇരിപ്പുറപ്പിച്ചു ആര്? പുരോഹിതൻ. ആ പുരോഹിതൻ എന്നിട്ട് എന്താ ചെയ്തത്? ജാതവേദസം ആനീയ. ജാതവേദസ് എന്ന സകാരാന്ത ശബ്ദമാണ്, അഗ്നി എന്നാണ് അർത്ഥം. മലയാളത്തിൽ ധാരാളമായിട്ട് ജാതവേദൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. എങ്കിലും ആ ഒരു വാക്ക് ജാതവേദസ്, ജാതവേദാഹ എന്നുള്ള ആ പ്രയോഗമാണ് ശരി. അതായത് അഗ്നിയിൽ നിന്നാണ് വേദങ്ങൾ ജനിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ജാതവേദസ് എന്ന അഗ്നിക്ക് പേര് വന്നത്. അത് പിന്നെ പ്രയോഗിച്ച് ജാതവേദൻ എന്നുള്ള വാക്ക് ധാരാളമായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, പേരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് ആ അഗ്നി കൊണ്ടുവന്നിട്ട്, അഗ്നി സാക്ഷികമായിട്ടാണല്ലോ വിവാഹം നടത്തേണ്ടത്. അപ്പോൾ പുരോഹിതൻ അഗ്നിയും കൊണ്ടാണ് വന്നത്. അത് ഹോമകുണ്ഡത്തിലിട്ട് അഗ്നി ജ്വലിപ്പിച്ച് എന്തു ചെയ്തു? ജാതവേദസമാനീയ കർമ്മ കർത്തും പ്രചക്രമേ. ചടങ്ങുകൾ ചെയ്യാൻ, വേലിക്കുള്ള ചടങ്ങുകൾ ചെയ്യാൻ ആരംഭിച്ചു. കർമ്മ കർത്തും പ്രചക്രമേ. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോണത് എന്നുള്ളത് വളരെ വിസ്തരിച്ചുള്ള വർണ്ണനയാണ്. ആ അഗ്നിയുടെ ശക്തിയും അത് കഴിഞ്ഞിട്ട് ചടങ്ങുകളൊക്കെ പതുക്കെ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് 69ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ജ്വലൻ പുരോധസാതേന ഹൂയമാനോ ഹുതാശന നിരവാപയദുത്സിക്തം സത്യായ ശോകപാവകം. ആദ്യം പദച്ഛേദം പറയാം. ജ്വലൻ പുരോധസാ തേന ഹൂയമാന ഹുതാശന നിരവാപയത് ഉത്സിക്തം സത്യായാഹ ശോകപാവകം. തീയായിട്ട് ഹോമകുണ്ഡത്തിലേക്ക് കൊണ്ടുവരില്ലല്ലോ, കനലായിട്ടാണല്ലോ കൊണ്ടുവരിക. അപ്പോൾ ആ കനലുകൾ ഒരു ചിരട്ടയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചകിരി ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ജ്വലിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക. അങ്ങനെ കനലുകൾ ഹോമകുണ്ഡത്തിലിട്ടു. ചെറിയ ചമത പോലെയുള്ള കഷ്ണങ്ങൾ, ചെറിയ ചകിരി പോലെയുള്ളതൊക്കെ ഇട്ടിട്ടാണ് അതിങ്ങനെ വീശിയിട്ടാണ് അതിന്ന് തീയുണ്ടാക്കുക. അങ്ങനെ ആ ഒരു തീയുണ്ടാക്കലിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. തേന അപ്രകാരം, പുരോധസ പുരോഹിതനാൽ, ഹൂയമാന ക്ഷണിക്കപ്പെട്ടവനായ, ജ്വലൻ ഹുതാശന ഇങ്ങനെ ഈ കനൽ കൊണ്ടുവന്ന് വച്ച് അതിൽ നല്ല ഉണങ്ങിയ വിറകുകൾ ഈ ചകിരി പോലെയുള്ളതൊക്കെ ചേർത്ത് വെച്ച് വീശുമ്പോഴാണല്ലോ തീയ് ആളിക്കത്തുക. അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ആ പ്രവർത്തനത്തെ അഗ്നിയെ ക്ഷണിക്കലായിട്ടാണ് കവി ഇവിടെ പറയണത്. അങ്ങനെ ഇവിടേക്ക് എഴുന്നള്ളണം, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടെ വന്ന് ജ്വലിച്ച് നിൽക്കുന്നവനായിട്ടുള്ള അഗ്നി, അതാണ് ഹൂയമാന. ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് ക്ഷണം സ്വീകരിച്ച് അവിടേക്ക് വന്നവനായ, ജ്വലിച്ച് നിൽക്കുന്നവനായിട്ടുള്ള ഹുതാശനൻ അഗ്നി. ഹോമിച്ചതൊക്കെ അശിക്കുന്നവൻ, ഭക്ഷിക്കുന്നവൻ അഗ്നി. ആ അഗ്നി എന്ത് ചെയ്തു? ഉത്സിക്തം സത്യായാഹ ശോകപാവകം നിരവാപയത്. ഉത്സിക്തം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വന്നതായ സത്യയുടെ മനസ്സിലെ ശോകപാവകനെ, ദുഃഖത്തെ. അതായത് അച്ഛനിങ്ങനെ ഒരു കരാറ് അല്ലെങ്കിൽ ഒരു ഉപാധി വച്ചതിന് ശേഷം വിവാഹം കഴിക്കാനായിട്ട് ആരും വരുന്നില്ല. തന്നെ ഇനി ആർക്കും വേണ്ടി വരില്ലിരിക്കുമോ, മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും താനൊരു ഭാരമാവുമോ എന്നുള്ള പല ദുഃഖങ്ങളും. അങ്ങനെയുള്ള സകല ദുഃഖങ്ങളെയും ഈ പുറത്ത് ജ്വലിപ്പിച്ച അഗ്നി ഇല്ലാതെയാക്കി. അതാണ് പറയണത് ഉത്സിക്തം സത്യായാഹ ശോകപാവകം. വർദ്ധിച്ചു വന്നതായ സത്യയുടെ മനസ്സിലെ ദുഃഖാഗ്നിയെ നിരവാപയത്, കെടുത്തിക്കളഞ്ഞു. അതായത് അത് ഒരു ഉള്ളിലുള്ളതായ അഗ്നിയാണ്. അതിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. ഇതിന് നല്ല തെളിച്ചുണ്ട്, രൂപമുണ്ട്, ക്ഷണിച്ചു വന്നവനുമാണ്. അപ്പോൾ ശക്തിയും കൂടും. മറ്റത് തന്നെത്താനുണ്ടായ അഗ്നിയാണ്, മനസ്സിലെ ദുഃഖങ്ങളാകുന്ന അഗ്നി. ആ ദുഃഖങ്ങളാകുന്ന അഗ്നിയെ മറ്റൊരു അഗ്നി ഇല്ലാതെയാക്കി അല്ലെങ്കിൽ നിഷ്പ്രഭമാക്കി എന്നൊക്കെ പറയാം. ഈ മനസ്സിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിക്ക് ഒരു പ്രഭയും ഇല്ലാതെയായി, അതിനെ നിശ്ശേഷമില്ലാതെയാക്കി. ഭഗവാന്റെ സാന്നിധ്യവും വിവാഹം കഴിക്കാനുള്ള ഒരുക്കവും അല്ലെങ്കിൽ ആ മത്സരത്തിൽ ജയിക്കലും എല്ലാം കണ്ടതോടു കൂടിയിട്ട് സത്യയുടെ മനസ്സിലെ ശോകങ്ങൾ അങ്ങനെ അകന്നകന്നു പോയി. അവസാനം വിവാഹത്തിലെ ചടങ്ങോട് കൂടിയിട്ട് അഗ്നി ജ്വലിപ്പിച്ചതോടു കൂടിയിട്ട്
അവിടേക്ക് ക്ഷണിക്കപ്പെട്ട സ്വീകരിക്കപ്പെട്ട അഗ്നി ആ സത്യയുടെ മനസ്സിലെല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കി. വളരെ തേജസ്സോടുകൂടി നിൽക്കുന്ന അഗ്നി, നമ്മൾ പറയും സൂര്യൻ അവിടെ ജ്വലിച്ച് നിൽക്കുമ്പോൾ ചന്ദ്രനെ കാണാണ്ടാവും, ചന്ദ്രൻ ഇല്ല എന്ന് തന്നെ തോന്നും. അതുപോലെ പുറത്ത് വളരെ തെളിച്ചമുള്ള അഗ്നി ഇങ്ങനെ ജ്വലിച്ച് നിന്നതോട് കൂടിയിട്ട് സത്യയുടെ മനസ്സിലെ ചെറിയ ഒരു തീയ് അണഞ്ഞു പോവുകയും ചെയ്തു. നിരവാപയത് എന്ന് പറഞ്ഞാൽ അണച്ചു എന്നാണ് അർത്ഥം, തീ അണച്ചു കളഞ്ഞു എന്ന്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സത്യാമർഹതി ഗോവിന്ദ സത്യാ ഗോവിന്ദമർഹതി ഇത്യാലപൻ ജനശേർഷ്യമൈക്ഷിവക്ഷസ്ഥയാശ്രിയാ ആസീനയോസ്തയോരഗ്രേ സുഖാസീനഃ പുരോഹിത ജാതവേദസമാനീയ കർമ്മകർത്തും പ്രചക്രമേ ജ്വലൻ പുരോധസാ തേന ഹൂയമാനോ ഹുതാശന നിരവാപയതുത്സിക്തം സത്യായ ശോകപാവകം. ഇനി ബാക്കി ചടങ്ങുകളൊക്കെ അടുത്ത ദിവസം നോക്കാം. അതിൽ കാളിദാസൻ്റെ കുമാരസംഭവത്തിലെ ശ്രീപാർവതിയുടെയും ഭഗവാൻ മഹേശ്വരൻ്റെയും വിവാഹവുമായിട്ടുള്ള ആ വിവാഹ ചടങ്ങുമായിട്ടുള്ളൊരു സാമ്യം പലദിക്കിലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റി. നമുക്കതൊക്കെ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.